നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കുംഭശനി മേടവ്യാഴം 1199 മീനമാസം 31 ശനിയാഴ്ച ഉദിച്ച് 35 നാഴിക 6 വിനാഴികയ്ക്ക് മകയിരം നക്ഷത്രവും ശുക്ലപക്ഷ ഷഷ്ടി തിഥിയും പന്നിക്കർണവും ശോഭനനാമ ചന്ദ്രാർക്ക യോഗവും കൂടിയ ദിവസം മിഥുനക്കൂറിൽ തുലാലഗ്നത്തിൽ അഗ്നിഭൂതോദയത്തിലാണ് ഈ വർഷത്തെ വിഷു സംക്രമം വരുന്നത്. അപ്പോൾ ഈ വർഷത്തിൽ മകയിര നക്ഷത്രക്കാരുടെ വിഷുഫലം ഏത് രീതിയിലായിരിക്കും ഇനി വരുന്ന ഒരു വർഷത്തേക്ക് എന്ന് ചിന്തിച്ചു നോക്കാം. വിഷുവശാലുള്ള ആയവ്യയങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് 5 രൂപ വരുമാനവും 5 രൂപ ചെലവുമാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് 2 രൂപയാണ് വരുമാനം എങ്കിൽ 8 രൂപ ചെലവ് വരാനുള്ള യോഗമാണുള്ളത്. മകര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷത്തിൽ 8 രൂപ കയ്യിൽ വശം വന്നാൽ 8 രൂപ തന്നെ ചിലവാകാനുള്ള യോഗമുണ്ട്. അപ്പോൾ വരവും ചെലവും തുല്യമായിരിക്കുന്ന ഒരു വർഷമാണ്. അതുപോലെ തന്നെ ആദിശൂലമാണ്. അത് കാരണം കൊണ്ട് തന്നെ പല രീതിയിലുള്ള അവശതകൾ അനുഭവിക്കാനും ദ്രവ്യനാശം പോലെയുള്ള കാര്യങ്ങളും ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളും മാനസികമായ കുറച്ച് ടെൻഷനും അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും മകര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴികയിൽ ജനിച്ചവർക്ക് ഇടവക്കൂറുകാരാണ്. ഇടവക്കൂറിന് 11ലേക്ക് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ജന്മത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ജന്മത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നത് കാരണം 12ൽ നിന്നിരുന്ന വ്യാഴത്തിൻ്റെ അത്ര ഒരു ദോഷമില്ലാത്തത് കാരണമുണ്ട്. പ്രായേണ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തന്നെ അനുഭവിക്കാനുള്ള സാധ്യതയാണുള്ളത്. 10ാം ഭാവത്തിൽ ശശമഹായോഗം ചെയ്ത് ശനി നിൽക്കുന്നുണ്ട്. എന്നാൽ കണ്ടകശനിയുടേതായിരിക്കുന്ന ദോഷവുമുണ്ട്. അപ്പോൾ കണ്ടകശനി ദോഷത്തിന് പരിഹാരമായിക്കൊണ്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുകയോ എള്ളുതിരി കത്തിക്കുക, എള്ളു പായസം കഴിപ്പിക്കുക മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്യുകയും അതിനോടൊപ്പം നല്ല പ്രാർത്ഥന ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വർഷത്തിൽ വലിയ ദോഷങ്ങളില്ലാതെ തടസ്സങ്ങളില്ലാതെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. എന്നാൽ 11ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിച്ചിരുന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മിഥുനക്കൂറുകാർക്ക് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം 12ാം ഭാവത്തിലേക്കാണ് ഈ മെയ് മാസത്തിൽ വരുന്നത്. അപ്പോൾ 12ലേക്ക് വ്യാഴം വരുന്ന സമയത്ത് സാമ്പത്തികമായിരിക്കുന്ന ഞെരുക്കത്തിൻ്റേതായിരിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. കർമാധിപതി 12ലായത് കാരണം കൊണ്ട് വീട് വിട്ടുന്ന തൊഴിലെടുക്കാൻ ഇടവരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ എടുത്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ നഷ്ടപ്പെടുകയും മറ്റൊരു തൊഴിൽ കണ്ടെത്താനായിട്ട് പരിശ്രമിക്കേണ്ട അവസ്ഥയുണ്ടാകുകയും ചെയ്യാനുള്ള സാധ്യതയാണുള്ളത്. പ്രത്യേകിച്ചും വരുമാനത്തിൻ്റെ കാര്യത്തിൽ വരവും ചെലവും തുല്യമായിരിക്കുന്ന ഒരവസ്ഥയാണ്. പ്രത്യേകിച്ച് സാമ്പത്തികമായിരിക്കുന്ന വലിയ നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ വർഷത്തിൽ മിഥുനക്കൂറുകാർക്ക് ഇത്തിരി കുറവുമാണ്. അപ്പം അങ്ങനെയുള്ളത് കാരണം കൊണ്ട് ധനം ചെലവഴിക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെലവഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പഠന കാര്യങ്ങളിൽ ശ്രദ്ധ കുറയും. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് കുറച്ച് അലച്ചിൽ കാര്യങ്ങൾ വർദ്ധിക്കും. അതേപോലെ തന്നെ ദാമ്പത്യ പ്രതിസന്ധികൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. വിവാഹം അന്വേഷിക്കുന്നവർക്ക് നല്ല ബന്ധങ്ങൾ കണ്ടെത്താനായിട്ട് കുറച്ച് കഷ്ടപ്പാടുണ്ടാകും. അപ്പോൾ പല രീതിയിലുള്ള പ്രതിസന്ധികളുള്ളത് കാരണം കൊണ്ട് നല്ല പ്രാർത്ഥന, വഴിപാട് മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കുക, ഏകാഗ്രതയോട് കൂടിയിട്ടുള്ള പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ വലിയ തടസ്സമില്ലാതെ ഈ വർഷത്തിൽ വലിയ ചെലവ് കാര്യങ്ങൾ വരാതെയൊക്കെ മകര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴികയിൽ ജനിച്ചവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.